ഡിവിഷൻ മാച്ച് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന ടൈമിൽ തോറ്റു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു മെയിൻ റീസൺ ആണ് സ്ക്രിപ്റ്റ് കാരണം ഞാൻ തോറ്റു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കാരണമാണ് ബോൾ പോസ്റ്റിൽ തട്ടിയത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കാരണം എന്റെ പ്ലേയേഴ്സ് കളിക്കുന്നില്ല. ആക്ച്വലി ഈ ഫുട്ബോൾ സ്ക്രിപ്റ്റ് ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി അവർ സ്ക്രിപ്റ്റിൽ മാനിപ്പുലേഷൻ വരുത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവർ ഇതുവരെ സ്ക്രിപ്റ്റിംഗിൽ മാനിപ്പുലേഷൻ വരുത്തിയിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ വലിയൊരു കാര്യമായിരുന്നു, അവർക്ക് ഇൻ കേസ് ഒരു പ്ലെയറിനെ തോൽപ്പിക്കണം അല്ലെങ്കിൽ ഒരു യൂസറിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഫോമിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ മതി. കാരണം എല്ലാ സ്ക്വാഡിലും ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് കാണും. അതായത് ആ ഒരു പ്ലേയേഴ്സ് കാരണമായിരിക്കും നമ്മൾ ജയിക്കുന്നത്. കുറച്ച് കിടിലൻ CF കാണും, കുറച്ച് നല്ല സെന്റർ ബാക്ക് കാണും, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഗോൾ കീപ്പർ കാണും. സോ ഈ ഒരു കാർഡ്സിനെയൊക്കെ ജസ്റ്റ് റെഡ് ഫോമിലേക്ക് വരുത്തി കഴിഞ്ഞാൽ ഈസിലി നിങ്ങളെ ആ ഒരു മാച്ച് ഈ ഫുട്ബോളിന് തോൽപ്പിക്കാൻ പറ്റുന്നതാണ്. ബട്ട് ആ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫോമും കാര്യങ്ങളും ഈ ഫുട്ബോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവർ പറഞ്ഞ തേർഡ് കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫ് ഫുട്ബോളിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ആക്ച്വലി ഞാൻ ചിന്തിച്ചു പോയി, ശരിയാണ്, സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഉണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഒരു ടീമോ ഇതുവരെ പെർഫെക്റ്റ് ആയിട്ടില്ല. സോ ഈ ഫുട്ബോളിൽ അതും തന്നെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പല കൊമ്പൻ ടീമിനെയും ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ച് കംബാക്ക് എടുക്കുന്ന ചെറിയ ടീമുകളെ നമ്മൾ ഫുട്ബോൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. കാരണം ഫുട്ബോൾ നമുക്കറിയാം പല ടൈമിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് അവർ ഈ ഒരു ഗെയിമിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. സോ അത്തരമുള്ള ഒരു വീഡിയോ നിങ്ങളുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് സംശയമുള്ള ഫ്രണ്ടിന് ഇപ്പൊ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക.